ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചാപ്റ്ററിൻ്റെ പേര് ലോസ് ഓഫ് മോഷൻ ആണ്. ഈ ഒരു ചാപ്റ്ററും കൂടിയാണ് ഇനി വീഡിയോ ഇടാനുള്ളൂ. ബാക്കി എല്ലാ ചാപ്റ്ററിൻ്റെയും, അതായത് സെക്കൻഡ് ടൈമിലേക്കും തേർഡ് ടൈമിലേക്കും ആവശ്യമുള്ള എല്ലാ ചാപ്റ്ററിൻ്റെയും വീഡിയോസ് ചാനലിൽ ഓൾറെഡി അപ്ലോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചലനവുമായി ബന്ധപ്പെട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ഒരു കുട്ടി ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് കൈ പുറകിലോട്ട് വലിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് എന്ന്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അതായത് ബോൾ നല്ല സ്പീഡിൽ വരുന്ന സമയത്ത് ആ ബോളിനെ നമ്മൾ കൈ ഉയർത്തിയിട്ടാണ് പിടിക്കുന്നതെങ്കിൽ ആ ബോൾ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ആ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൈ ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് വലിച്ചതിന് ശേഷം ബോൾ ക്യാച്ച് ചെയ്യുന്നത്. ബോയ്സ് ഒക്കെ ചിലപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലെ, ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സമയത്ത്. ചിത്രത്തിൽ വടംവലി മത്സരമാണ് തന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് 1-2 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് ആൻസർ ചെയ്യാം. The rope moves only in one direction even though both the teams are applying force. Why? രണ്ട് ടീമുകളും ബലം പ്രയോഗിച്ചുകൊണ്ടിരുന്നുവെങ്കിലും ആ ഒരു കയറ് ഒരു ദിശയിൽ മാത്രം ചലിക്കാൻ എന്തായിരിക്കും കാരണം? എന്തായിരിക്കും കാരണം? ആ ഒരു ഭാഗത്തുള്ളവർ കൂടുതലായിട്ട് ബലം പ്രയോഗിച്ചിട്ടുണ്ടാവും അല്ലേ ആ കയറിന്മേൽ. അതുകൊണ്ടാണല്ലോ ഒരു ഭാഗത്തേക്ക് അത് നീങ്ങുന്നത്. ഇവിടെ പെൺകുട്ടികൾ പ്രയോഗിക്കുന്ന ബലത്തിന് F1 എന്നും ആൺകുട്ടികൾ പ്രയോഗിക്കുന്ന ബലത്തിന് F2 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് എഴുതാം F1 ഈസ് ഗ്രേറ്റർ ദാൻ F2 എന്ന് പറയാം അല്ലേ. അതുകൊണ്ടാണ് F1ൻ്റെ ഭാഗത്തേക്ക് ആ ഒരു കയറ് കൂടുതലായിട്ട് ചലിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ബോത്ത് ടീംസ് ദ സെയിം? രണ്ട് ടീമുകളും പ്രയോഗിച്ച ആ ഒരു ബലം തുല്യമാണോ എന്ന്. തുല്യമല്ല അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തേക്ക് കയറി നീങ്ങില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് നോ എന്ന് കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ടീം അപ്ലൈഡ് മോർ ഫോഴ്സ്? കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തത് ആരാണെന്ന്. പെൺകുട്ടികളുടെ ടീമാണ് അല്ലേ. അതായത് കൊണ്ടാണല്ലോ ആ ഭാഗത്തേക്ക് ആ ഒരു റിബണുള്ള കയറി നീങ്ങി പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വാസ് ഇറ്റ് ദ എക്സസ് ഫോഴ്സ് ദാറ്റ് കോസ്ഡ് ദ മോഷൻ? ആ ഒരു കയറിന്മേൽ കൂടുതലായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടല്ലേ അവിടെ ചലനം ഉണ്ടായത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ്, അതായത് കൂടുതലും ഫോഴ്സ് ആരാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഭാഗത്തേക്കായിരിക്കും ആ കയറ് നീങ്ങുന്നത്. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഇവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള രണ്ട് ഫോഴ്സുകളാണ് F1 ഉം F2 എന്നും പറയുന്നത് അല്ലേ. F1 എന്ന് പറയുന്നത് വിജയിച്ച ടീമിൻ്റെ ഭാഗത്തേക്കുള്ള ഫോഴ്സാണ്. F2 എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ടീമിലേക്കുള്ള ഫോഴ്സാണ്. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇഫക്റ്റീവ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വിജയിച്ച ടീമിൻ്റെ ഭാഗത്തേക്കായിരിക്കും. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് അറിയാലോ. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്തേക്ക് പ്രയോഗിക്കുന്ന ആ ഒരു ഫോഴ്സിനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സിനെ നമുക്ക് നെഗറ്റീവായിട്ടും എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇവിടെ ബോക്സിൽ തന്നിട്ടുള്ള കാര്യം ഒന്ന് വായിച്ചു നോക്കാം. വെൻ മോർ ദാൻ വൺ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്റ്റ് അറ്റ് സെയിം ടൈം ദ സം ഓഫ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഒബ്ജക്റ്റ് വിൽ ബി ദ ഇഫക്റ്റീവ് ഫോഴ്സ് ഓർ റിസൾട്ടൻറ്റ് ഫോഴ്സ്. അപ്പോൾ ഇവിടെ ഇഫക്റ്റീവ് ഫോഴ്സിൻ്റെ ഡെഫിനിഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് എന്തായാലും ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇവിടെ ഇഫക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ജയിച്ച ടീമിൻ്റെ ഭാഗത്തേക്കായിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഇഫക്റ്റീവ് ഫോഴ്സ് എന്താണെന്ന് പറയാം. അതായത് ഒരു വസ്തുവിൽ ഒന്നിലധികം ഫോഴ്സ് ഒരേ സമയത്ത് പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സുകൾ ആ വസ്തുവിൽ ഉണ്ടാക്കുന്ന ആകെ ആ ഒരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് പറയുന്നത് റിസൾട്ടൻറ്റ് ഫോഴ്സ് അഥവാ ഇഫക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വായിക്കാം കേട്ടോ. വാട്ട് വിൽ ബി ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇഫ് 100 ന്യൂട്ടൺ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഇൻ ദ ഈസ്റ്റ് ഡയറക്ഷൻ ആൻഡ് 150 ന്യൂട്ടൺ ഫോഴ്സ് ഇൻ ദ വെസ്റ്റ് ഡയറക്ഷൻ? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു വസ്തുവിൽ ഈസ്റ്റിൽ നിന്നും 100 ന്യൂട്ടൺ ഫോഴ്സും അതേപോലെ തന്നെ പടിഞ്ഞാറ് വെസ്റ്റിൽ നിന്നും 150 ന്യൂട്ടൺ ഫോഴ്സും പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇഫക്റ്റീവ് ഫോഴ്സ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 100 ആണല്ലേ. 100 അതേപോലെ തന്നെ 100നെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന 150 എന്ന് പറയുന്നത് മൈനസ് ആണ്. ഇനി രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇഫക്റ്റീവ് ഫോഴ്സ് കിട്ടുന്നത്. അതായത് 100 പ്ലസ് മൈനസ് 150 സീക്വൽ ടു എന്ത് വരും? മൈനസ് 50 ന്യൂട്ടൺ ആയിരിക്കും ഇവിടുത്തെ ഇഫക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ തന്നിട്ടുള്ള പിക്ചറുമായി ബന്ധപ്പെട്ട് അതിന് താഴെ തന്നിട്ടുള്ള ടേബിൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പിക്ചറിനനുസരിച്ചിട്ട് ടേബിൾ ഫില്ല് ചെയ്യാം. ഫോഴ്സ് F1 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 150 ന്യൂട്ടനാണ് F1 എന്ന് പറയുന്നത്. F2 എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് 0 ആയിട്ട് എടുക്കാം.
അപ്പോൾ ഇവിടെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 150 പ്ലസ് 0 അല്ലേ. അപ്പോൾ എന്ത് വരും? 150 ന്യൂട്ടൺ വരും. ഇനി നമുക്ക് രണ്ടാമത്തെ പിക്ചർ നോക്കാം. രണ്ടാമത്തെ പിക്ചറിൽ F1 എന്ന് പറയുന്നത് 150 ആണ്. F2 എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. നമ്മളിവിടെ F1 ആണ് പോസിറ്റീവായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ -150 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ത് വരും? 150 പ്ലസ് -150 = എന്ത് വരും? 0 വരും. അടുത്തത് മൂന്നാമത്തെ പിക്ചർ നോക്കാം. മൂന്നാമത്തെ പിക്ചറിൽ F1 എന്ന് പറയുന്നത് 150 ആണ്. F2 എന്ന് പറയുന്നത് -120 ആണ്. റിസൾട്ടൻ്റ് ഫോഴ്സ് വരുന്നത് എന്താ? 150 പ്ലസ് -120 = 30 ന്യൂട്ടൺ ആണ് കിട്ടുന്നത്. അടുത്തത് നാലാമത്തെ പിക്ചർ നോക്കാം. നാലാമത്തെ പിക്ചറിൽ F1 എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് 0 ആയിട്ട് എടുക്കാം. F2 എന്ന് പറയുന്ന ഫോഴ്സ് -300 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഇവിടുത്തെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് -300 ന്യൂട്ടൺ ആയിരിക്കും. ഇനി അഞ്ചാമത്തെ നോക്കാം. അഞ്ചാമത്തേൽ F1 എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ ഇല്ല. F2 എന്ന് പറയുന്നത് -200 ന്യൂട്ടൺ ആണ്. അപ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് വരും? 0 പ്ലസ് -200 ന്യൂട്ടൺ = -200 ന്യൂട്ടൺ ആയിരിക്കും ഇവിടുത്തെ റിസൾട്ടൻ്റ് ഫോഴ്സ്. ഇനി ആറാമത്തെ പിക്ചർ നോക്കാം. ആറാമത്തെ പിക്ചറിൽ F1 എന്ന് പറയുന്നത് 200 ന്യൂട്ടണും F2 എന്ന് പറയുന്നത് -200 ന്യൂട്ടനാണ്. റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് വരും? 0 ആണ് അല്ലേ. അതായത് 200 പ്ലസ് -200 = 0 വരും. ഇൻ വിച്ച് ഓഫ് ദീസ് സിറ്റുവേഷൻസ് ഈസ് ദ റിസൾട്ടൻ്റ് ഫോഴ്സ് 0? റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആവുന്ന സിറ്റുവേഷൻസ് ഈ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണെന്ന്. ഫിഗർ 2ലും 6ലും റിസൾട്ടൻ്റ് ഫോഴ്സ് 0 വരുന്നുണ്ട്. നിങ്ങൾ ആ ടേബിൾ ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ സിറ്റുവേഷൻസ് വേർ ദ റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് നോട്ട് 0? ഇനി ഏതൊക്കെ സിറ്റുവേഷനിലാണ് റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആവാത്തതെന്ന്. 2ലും 6ലും 0 ആവാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സിറ്റുവേഷൻസിലൊക്കെ 0 വരണില്ലല്ലോ. അതായത് 1, 3, 4, 5 അല്ലേ. വിച്ച് ആർ ദ സിറ്റുവേഷൻസ് വേർ ദർ ഈസ് നോ മോഷൻ? ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് മോഷൻ ഇല്ലാത്തതെന്ന്. അതായത് 2ഉം 6 എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. അതായത് അവിടെ മോഷൻ ഇല്ല എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ഇവിടെ ബോക്സിൽ തന്നിരിക്കുന്നത് ബാലൻസ്ഡ് ഫോഴ്സ് എന്താണ്, അൺബാലൻസ്ഡ് ഫോഴ്സ് എന്താണെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കത് നോക്കാം എന്തൊക്കെയാണെന്ന്. ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി ആർ സെഡ് ടു ബി ബാലൻസ്ഡ് ഫോഴ്സസ് ഇഫ് ദ റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് 0. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആണെന്നുണ്ടെങ്കിൽ അതിൽ പ്രയോഗിക്കപ്പെട്ട ആ ഒരു ഫോഴ്സിനെ പറയുന്നതാണ് എന്ത്? ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. സച്ച് ഫോഴ്സസ് ക്യാൻ നൈദർ മൂവ് ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് നോർ ചേഞ്ച് ദ ഡയറക്ഷൻ ഓർ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ മോഷൻ. ഒരു വസ്തുവിൽ ബാലൻസ്ഡ് ഫോഴ്സ് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വസ്തുവിനെ നമുക്ക് ചലിപ്പിക്കാനോ അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ ഡയറക്ഷനിൽ ചേഞ്ച് വരുത്താനോ അല്ലെങ്കിൽ സ്പീഡ് കൂട്ടാനോ ഒന്നും കഴിയില്ല എന്നാണ് പറയുന്നത്. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ബാലൻസ്ഡ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിൽ നിന്നും ആ ഒരു വസ്തുവിന് ചലനമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്താണ് പറയുന്നത്? The forces acting on a body are said to be unbalanced forces if the resultant force is not 0. അതായത് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഫോഴ്സിനെ പറയുന്നതാണ് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. സച്ച് ഫോഴ്സസ് ക്യാൻ നൈദർ മൂവ് ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ഓർ ചേഞ്ച് ദ ഡയറക്ഷൻ ഓർ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ മോഷൻ. അപ്പോൾ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നതെങ്കിൽ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഡയറക്ഷനും അതുപോലെ തന്നെ സ്പീഡിനും മാറ്റം വരുത്താനും കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും മനസ്സിലായല്ലോ. ഒരു വസ്തുവിൽ ബാലൻസ്ഡ് ഫോഴ്സ് ആണ് അനുഭവപ്പെടുന്നതെങ്കിൽ ആ വസ്തുവിന് ചലനം ഉണ്ടാവില്ല. ഇനി ഒരു വസ്തുവിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് അനുഭവപ്പെടുന്നതെങ്കിൽ ആ വസ്തുവിന് നമുക്ക് ചലിപ്പിക്കാനും പറ്റും, അതിന് ഡയറക്ഷനും സ്പീഡും ഒക്കെ മാറ്റാനും സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് അതിന് കൂടി ആൻസർ ചെയ്യാം. ഇൻ ദ ടഗ് ഓഫ് വാർ ഷോൺ ഇൻ ദ ഫിഗർ 3.1 ഇസ് ദ റിസൾട്ടന്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ റോപ്പ് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ്. നേരത്തെ ഒരു വടംവലി മത്സരത്തിൻ്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് ടീമുകളും ആ ഒരു വടത്തിൽ പ്രയോഗിച്ച, അതായത് ആ ഒരു കയറിൽ പ്രയോഗിച്ച ബലം എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഒരു ടീം ജയിച്ചു അല്ലേ, അതായത് ആ കയറിനൊരു മോഷൻ ഉണ്ടായി. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അത് അൺബാലൻസ്ഡ് ഫോഴ്സ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഡു ഓൾ ഫോഴ്സസ് കോസ് മോഷൻ? എല്ലാ ബലങ്ങളും ചലനത്തിന് കാരണമാകുന്നുണ്ടോ എന്ന്. അപ്പോൾ നമുക്കിവിടെ ആക്ടിവിറ്റി നോക്കാം. ഇവിടെ ഒരു മേശപ്പുറത്ത്
ഒരു പലകയുടെ കഷ്ണം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ടോയ് കാർ വെച്ചിട്ടുണ്ട്. ടോയ് കാറിൻ്റെ രണ്ട് എൻഡിൽ നിന്നും ഓരോ കയറുകൾ വീതം കെട്ടിയിട്ട് ഒരു പുള്ളിയിലൂടെ താഴത്തേക്ക് ഇറക്കിയിട്ട് അതിൻ്റെ താഴെ ഒരു പാൻ ഉണ്ട്. ആ പാനിൽ 200 ഗ്രാമിൻ്റെ വെയിറ്റ് വീതം ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് പാനിലും 200 ഗ്രാമിൻ്റെ വെയിറ്റാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യനുകളുണ്ട്, അതിനൊന്ന് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡസ് ദ ടോയ് കാർ മൂവ്. ഇവിടെ ടോയ് കാർ മൂവ് ചെയ്യുമെന്ന്. അതായത് ആ പാനിൽ രണ്ടിലെയും വെയിറ്റ് എന്ന് പറയുന്നത് 200 ഗ്രാമാണ്. അപ്പോൾ അവിടുത്തെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ് മൂവ് ചെയ്യില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആർ ദീസ് ഫോഴ്സസ് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ്. ആ ഫോഴ്സസ് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന്. ബാലൻസ്ഡ് ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ആഡ് 50 ഗ്രാം മോർ ടു എനി വൺ ഓഫ് ദ പാൻസ്, വാട്ട് ഡു യു ഒബ്സർവ്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഭാഗത്ത് 50 ഗ്രാമിൻ്റെ വെയിറ്റ് കൂടുതൽ വയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും കാണാൻ സാധിക്കുന്നതെന്ന്. അപ്പോൾ ഒരു ഭാഗത്ത് ഇപ്പോൾ 200ഉം മറ്റേ ഭാഗത്ത് 250ഉം ആണ് അല്ലേ വെയിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാറ് 250 ഉള്ള ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആർ ദ ഫോഴ്സസ് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ് ഇൻ ദിസ് കേസ്. അപ്പോൾ ഈ ഒരു കേസിൽ ഈ ഫോഴ്സ് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ. ഇവിടെ അൺബാലൻസ്ഡ് ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. when the toy car is moving, if 50 gram more is added to the pan in the direction in which the car moves, what change can be observed in the motion of the car. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കാർ മൂവ് ചെയ്യാൻ തുടങ്ങി അല്ലേ. 50 ഗ്രാം കൂടി ഇട്ടപ്പോൾ മൂവ് ചെയ്യാൻ തുടങ്ങി. ഇനി വീണ്ടും ആ പാനിലേക്ക് 50 ഗ്രാം കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ എന്തായിരിക്കും കാറിൻ്റെ ചലനത്തിലുണ്ടാകുന്ന മാറ്റം. അപ്പോൾ മൊത്തം ഇപ്പോൾ എത്ര ഗ്രാമായി. ആദ്യം 200 ആയിരുന്നു, 50 ആഡ് ചെയ്തു, അപ്പോൾ കാർ മൂവ് ചെയ്തു അല്ലേ. വീണ്ടും 50 ആഡ് ചെയ്തപ്പോൾ 300 ഗ്രാമായി അല്ലേ മൊത്തം. അപ്പോൾ കാർ കുറച്ചുകൂടി സ്പീഡിലായിരിക്കും മൂവ് ചെയ്യുക. When the car is moving, a mass of 200 gram more is added to the pan attached to the string in the opposite direction of the motion of the car. What is the change observed? ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ. ഇനിയിപ്പോൾ കാർ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് കാറ് ഓടുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ആ ഒരു പാനിൽ 200 ഗ്രാമും കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെന്ന്. അപ്പോൾ ഒരു സൈഡിൽ ഇപ്പോൾ 300ഉം മറ്റേ സൈഡിൽ ഇപ്പോൾ 200ഉം കൂടി ആഡ് ചെയ്തപ്പോൾ 400 ഗ്രാമായി അല്ലേ. അപ്പോൾ 300 എന്ന് പറയുന്ന ഭാഗത്തേക്ക് ചലിച്ചുകൊണ്ടിരുന്ന കാറ് പെട്ടെന്ന് റിവേഴ്സായിട്ട് ചലിക്കാൻ തുടങ്ങും അല്ലേ. അതായത് 400 ഉള്ള ഭാഗത്തേക്ക് കാറ് ചലിക്കാൻ വേണ്ടി തുടങ്ങും. ക്വസ്റ്റ്യൻ നോക്കാം. ആർ ദ ഫോഴ്സസ് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ് ഇൻ ദി എബോവ് സിറ്റുവേഷൻ. മുകളിൽ പറഞ്ഞൊരു സിറ്റുവേഷനിൽ ഫോഴ്സ് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന്. ഇവിടെ അൺബാലൻസ്ഡ് ആണ് അല്ലേ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദീസ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്. അൺബാലൻസ്ഡ് ഫോഴ്സസ് ക്യാൻ മേക്ക് മൂവ്മെൻറ്റ്സ് ആൻഡ് ക്യാൻ ഇൻക്രീസ് സ്പീഡ് ഓഫ് മോഷൻ. അപ്പോൾ അൺബാലൻസ്ഡ് ഫോഴ്സ് ഒരു വസ്തുവിൻ്റെ മൂവ്മെൻറ്റിന് കാരണമാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡും ഇൻക്രീസ് ചെയ്യാൻ കാരണമാവുന്നുണ്ട്. അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഡസ് ദ ബോഡി മൂവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ് ഫോഴ്സ്. റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷനിലേക്ക് ആ ഒരു ബോഡി മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. മൂവ്സ്, ഡസ് നോട്ട് മൂവ്. അപ്പോൾ റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ ഭാഗത്തേക്കായിരിക്കും ആ ഒരു ബോഡി മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൽ മൂവ്സ് കൊടുക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഡസ് ദ സ്പീഡ് ഓഫ് കാർ ഇൻക്രീസസ്. കാറിൻ്റെ സ്പീഡ് ഇൻക്രീസ് ആയത് എപ്പോഴാണെന്ന്. വെൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ്. അതായത് ആ ഒരു റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ അളവ് മാഗ്നിറ്റ്യൂഡ് കൂടിയപ്പോൾ അല്ലെങ്കിൽ കുറഞ്ഞപ്പോൾ. എപ്പോഴാണ്. മാഗ്നിറ്റ്യൂഡ് കൂടിയപ്പോഴാണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. വാസ് ദ ഫോഴ്സ് ദാറ്റ് മൂവ്ഡ് ദ കാർ അപ്ലൈഡ് ഫ്രം ഇൻസൈഡ് ദ കാർ ഓർ ഫ്രം ഔട്ട്സൈഡ്. അതായത് കാറിനെ ചലിപ്പിച്ച ആ ഒരു ഫോഴ്സ് കാറിൻ്റെ പുറത്തു നിന്നാണോ അതോ അകത്തു നിന്നാണോ പ്രയോഗിക്കപ്പെട്ടതെന്ന്. എങ്ങനെയാണ് പ്രയോഗിക്കപ്പെട്ടത്. പുറത്തു നിന്നാണ് അല്ലേ പ്രയോഗിക്കപ്പെട്ടത്. അതായത് നമ്മൾ പുറത്ത് ആ പാനിൽ വെയിറ്റ് ഇട്ടപ്പോഴാണ് കാർ മൂവ് ചെയ്തത്. അപ്പോൾ നമുക്ക് പറയാം പുറത്തു നിന്നാണെന്ന് പറയാം. ഇൻ വിച്ച് സിറ്റുവേഷൻ ഡസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ച്. ഇനി ഏത് സിറ്റുവേഷനിലാണ് ആ ഒരു കാറിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് വരുന്നത് എന്ന്. വെൻ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഇൻ അനദർ ഡയറക്ഷൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ക്യാൻ ചേഞ്ച്. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു വസ്തുവിൻ്റെ ഡയറക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇൻ ഓൾ ദീസ് കേസസ് ദ ഫോഴ്സ് വാസ് ഗിവൺ എക്സ്റ്റേണലി. അതായത് ഇവിടെ ചെയ്തിട്ടുള്ള എല്ലാ സിറ്റുവേഷനിലും പുറത്തു നിന്നാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സുകളെ നമുക്ക് എക്സ്റ്റേണൽ ഫോഴ്സുകൾ എന്ന് പറയാം. ഓൾ ഓഫ് ദം ആർ എക്സ്റ്റേണൽ ഫോഴ്സസ്. ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ക്യാൻ ബി ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ബാലൻസ്ഡോ അൺബാലൻസ്ഡോ ആകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇനി അൺബാലൻസ്ഡ് ഫോഴ്സിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാണ് നമ്മൾ. ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ആൻ ഓബ്ജെക്റ്റ് ഐദർ ചേഞ്ചസ് ഓർ ടെൻഡ്സ് ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ, direction or speed of motion. These changes will be in the direction of the unbalanced force. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു വസ്തുവിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ പിന്നെ ചലനത്തിൻ്റെ ഡയറക്ഷനോ സ്പീഡിനോ മാറ്റം വരുത്താനുള്ള ആ ഒരു ടെൻഡൻസി ഉളവാക്കാൻ വേണ്ടി കഴിയുന്നു. ഈ ഒരു മാറ്റം സംഭവിക്കുന്നത് അൺബാലൻസ്ഡ് ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കുമെന്ന്. അപ്പോൾ നമ്മളൊരു വസ്തുവിലേക്ക് അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അത് ചലിക്കാൻ തുടങ്ങും. ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലോ അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം, അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണോ നമ്മൾ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കുന്നത് ആ ഡയറക്ഷനിൽ തന്നെയായിരിക്കും അതിന് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന്. ഇനി ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് നമുക്ക് നോക്കാം. ക്യാൻ എ വെഹിക്കിൾ മൂവ് ഇഫ് പുഷ്ഡ് ഫ്രം ഇൻസൈഡ്? ഒരു വാഹനത്തിനെ അതിൻ്റെ ഉള്ളിൽ നിന്നും തള്ളുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ചലിപ്പിക്കാൻ വേണ്ടി സാധിക്കുമെന്ന്. ചലിപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഈസിൻറ്റ് ഇറ്റ് ആൻ ഇൻറ്റേർണൽ ഫോഴ്സ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ഈ ഒരു ബലം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഫോഴ്സ് ആണ് അല്ലേ. നമ്മൾ ഒരു വസ്തുവിൻ്റെ ഉള്ളിൽ ചെന്നിരുന്നിട്ട് ഓട്ടോൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഓട്ടോനെ തള്ളാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നീങ്ങുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ ആയിട്ടാണ് നമ്മൾ ആ ഒരു വസ്തുവിലേക്ക് ബലം പ്രയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിരിക്കുമോ അൺബാലൻസ്ഡ് ആയിരിക്കുമോ എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഫോഴ്സ് എങ്ങനെയായിരിക്കും? ബാലൻസ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ വസ്തു മൂവ് ചെയ്യാത്തത്. ഓൾ ഇൻറ്റേർണൽ ഫോഴ്സസ് ആർ ബാലൻസ്ഡ് ഫോഴ്സസ്. അപ്പോൾ ഇൻറ്റേർണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. ഹെൻസ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ദ ബോഡി ഡസ് നോട്ട് ചേഞ്ച് ഓൺ അപ്ലൈയിങ് ആൻ ഇൻറ്റേർണൽ ഫോഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ ഫോഴ്സ് പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. ഇനി ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫോഴ്സ് ആണ്. ഫോഴ്സ് രണ്ട് തരത്തിലുണ്ട്, എക്സ്റ്റേണൽ ഫോഴ്സും ഇൻറ്റേർണൽ ഫോഴ്സും. ഇനി എക്സ്റ്റേണൽ ഫോഴ്സിൽ വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സിൽ ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സും ഉണ്ട് അല്ലേ. ഇനി അതിൻ്റെ ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ താഴെ നമുക്ക് എഴുതാം ഡസ് നോട്ട് ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ. ഇനി റൈറ്റ് സൈഡിൽ ഇൻറ്റേർണൽ ഫോഴ്സ്, താഴെ ബാലൻസ്ഡ് ഫോഴ്സ്, അതിന് താഴെ നമുക്ക് എഴുതാം ഡസ് നോട്ട് ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ. ഈ ഒരു ചാർട്ടിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ്, എല്ലാ എക്സ്റ്റേണൽ ഫോഴ്സും വസ്തുക്കളെ ചലിപ്പിക്കണമെന്നില്ല. ഇപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത് ബാലൻസ്ഡ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ, എക്സ്റ്റേണൽ ബാലൻസ്ഡ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ വസ്തുവിനെ അത് ഒരിക്കലും ചലിപ്പിക്കില്ല. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് അൺബാലൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ വസ്തു മൂവ് ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് വസ്തുക്കളെ മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് കേട്ടോ. അടുത്ത് നോക്കാൻ പോകുന്നത് ഗലീലിയോയുടെ ഒബ്സർവേഷനെ കുറിച്ചാണ്. ഗലീലിയോ ചെയ്ത ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു റിവേഴ്സ്ഡ് വേർഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു വയറിംഗ് ചാനലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ആ വയറിംഗ് ചാനലിനെ ഫിഗർ 1 കാണിച്ചിരിക്കുന്ന പോലുള്ള ആകൃതിയിൽ വെച്ചതിന് ശേഷം ഒരു മാർബിളിനെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഉരുട്ടി വിടുമ്പോൾ ആ ഒരു ഗോലി, അതായത് ആ ഒരു മാർബിൾ എത്ര ദൂരം സഞ്ചരിച്ചോ അത്രയും ദൂരം അടയാളപ്പെടുത്തി വെക്കുക. അതിനുശേഷം ബി എന്ന് പറയുന്ന പിക്ചറിൽ കാണുന്ന പോലെ സി എന്ന് പറയുന്ന പോയിന്റിനെ ജസ്റ്റ് ഒന്ന് താഴ്ത്തി വെക്കുക. ഈ പറയുന്ന എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാം. ബി, സി, ഡി എന്ന് പറയുന്ന ആ ഒരു ഫിഗറുകൾക്ക് അനുസരിച്ചിട്ട് ആ ഒരു സി എന്ന് പറയുന്ന പോയിന്റിനെ താഴ്ത്തി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു ഗോലി ഉരുട്ടി വിട്ടിട്ട് ഓരോ പ്രാവശ്യം ഗോലി സഞ്ചരിച്ച ആ ദൂരം മാർക്ക് ചെയ്ത് വെക്കുക. ഏത് സിറ്റുവേഷനിലായിരിക്കും അപ്പോൾ ഗോലി ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചതെന്നാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്നും കണ്ടെത്താനുള്ളത്. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു ഒബ്സർവ് ഇഫ് ഇൻ ഈച്ച് കേസ് എ മാർബിൾ റോൾഡ് ഫ്രം ദി എൻഡ് എ ഇൻ ദ വയറിംഗ് ചാനൽ? അതായത് ഓരോ സിറ്റുവേഷനിലും ഈ വയറിംഗ് ചാനലിലെ എ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ഒരു ഗോലിയെ ഉരുട്ടി വിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗോലി എത്ര ദൂരം സഞ്ചരിക്കുക, നമുക്കതാണ് അറിയേണ്ടത്. ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് ഡി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വരുമ്പോഴാണ് അല്ലേ. എ എന്ന് പറയുന്ന ഫിഗറിലാണെന്നുണ്ടെങ്കിൽ ആ ഗോലി കുറച്ച് ദൂരമായിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടാവുക. ബിയിലേക്ക് വരുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ദൂരം സഞ്ചരിക്കും. സിയിലേക്ക് വരുമ്പോഴോ ബിയിനേക്കാളും കുറച്ചും കൂടി ദൂരം കൂടുതൽ സഞ്ചരിക്കും. ഡിയിൽ വരുമ്പോഴാണ് ആ ഒരു ഗോലി മാക്സിമം ദൂരം സഞ്ചരിക്കുന്നത് അല്ലേ.
Does the distance traveled by the marble increase or decrease in each situation? ഓരോ സിറ്റുവേഷനിലും ഗോലി സഞ്ചരിച്ച ദൂരം കൂടിയോ അതോ കുറഞ്ഞോ? ഗോലി സഞ്ചരിച്ച ദൂരം കൂടുകയാണ് ചെയ്യുന്നത്. സ്ലോപ്പ് കുറയുന്നതിനനുസരിച്ചിട്ട് ഗോലി സഞ്ചരിക്കുന്ന ദൂരം കൂടി വരാണ് ചെയ്യുന്നത്. വെൻ ഡിഡ് ദ മാർബിൾ ട്രാവൽ ദ ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ്? ഗോലി ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചത് ഏത് സിറ്റുവേഷനിലാണ്? അതായത് ഫിഗർ ഡിയിലായിരിക്കും ഗോലി കൂടുതൽ ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവുക. ദ മാർബിൾ കവേഴ്സ് മോർ ഡിസ്റ്റൻസ് ആസ് ദ സ്ലോപ്പ് ഡിക്രീസസ്. അതായത് സ്ലോപ്പ് കുറയുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ദൂരം, അത് സഞ്ചരിക്കുന്ന ദൂരം കൂടുതലായിരിക്കുന്നു. വെൻ ദ മാർബിൾ ഫോൾസ് ഡൗൺ ഇറ്റ് ഹാസ് ടെൻഡൻസി ടു റീച്ച് ദ ഒറിജിനൽ ഹൈറ്റ്. ദിസ് ടെൻഡൻസി മേക്സ് ദ മാർബിൾ മൂവ് ലോങ്ങർ ഡിസ്റ്റൻസ് ആസ് ദ സ്ലോപ്പ് ഡിക്രീസസ്. അപ്പോൾ ആ ഒരു മാർബിൾ ഏത് ഉയരത്തിൽ നിന്നാണ് താഴത്തേക്ക് വീഴുന്നത് ആ ഉയരം വരെ എത്താനുള്ള ആ ഒരു ശ്രമം കൊണ്ട്, ആ ഒരു ടെൻഡൻസി കൊണ്ടാണ് ആ ഒരു ഗോലി കൂടുതൽ ദൂരം സഞ്ചരിച്ചതെന്ന്. പിന്നെ പറയുന്നുണ്ട് സ്ലോപ്പ് കുറയുന്നതിനനുസരിച്ചിട്ട് അത് സഞ്ചരിക്കുന്ന ദൂരം കൂടുതൽ ആവുന്നുണ്ടെന്ന്. അടുത്ത ക്വസ്റ്റ്യനോട് ചോദിച്ചിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും കുറച്ചു ദൂരം ആ ഒരു ഗോലി ട്രാവൽ ചെയ്തതിന് ശേഷം അത് നിശ്ചലാവസ്ഥയിലേക്ക് വന്നതെന്ന്. അതിൻ്റെ ആൻസർ നമുക്ക് എന്ത് പറയാം? ബിക്കോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അതായത് ഫ്രിക്ഷൻ ആ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ആ ഒരു ഗോലി കുറച്ചു ദൂരം സഞ്ചരിച്ചതിന് ശേഷം നിശ്ചലാവസ്ഥയിലേക്ക് വന്നത്. വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ് ഇഫ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വാസ് ആബ്സെൻറ്റ്? ഇനി ആ ഒരു ഫ്രിക്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന്. അങ്ങനെ ഒരു ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അത് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും സെയിം സ്പീഡിൽ, അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനോടെ പറഞ്ഞിട്ടുള്ളത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആ ഒരു മാർബിളിൽ പ്രയോഗിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന്. എന്ത് സംഭവിക്കും? അത് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് കൺക്ലൂഷനിലാണ് എത്തിച്ചേരുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. An unbalanced external force is to be applied in the opposite direction of motion of a body to bring it to rest. An unbalanced external force is not required to maintain uniform motion along a straight line. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കാൻ ചലനത്തിൻ്റെ എതിർദിശയിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള, അതായത് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് പ്രയോഗിക്കണമെന്ന്. ഒരു വസ്തുവിന് അതിൻ്റെ യൂണിഫോം സ്പീഡിലുള്ള ആ ഒരു നേർരേഖയിലുള്ള ചലനം നിലനിർത്തുന്നതിന് ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആവശ്യമില്ല. ഗലീലിയോൻ്റെ പരീക്ഷണത്തിൽ നിന്നുള്ള ഇൻഫറൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലാക്കാൻ വേണ്ടിയിട്ട് ആ ചലനത്തിൻ്റെ എതിർദിശയിൽ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണമെന്ന്. അതങ്ങനെ തന്നെയാണല്ലോ. ഒരു വസ്തു യൂണിഫോം മോഷനിൽ സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു ചലനം കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ്, എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സിൻ്റെ ആവശ്യമില്ല. അതിനെ നമുക്ക് നിർത്താൻ വേണ്ടി മാത്രമേ ഇതുപോലുള്ള അൺബാലൻസ്ഡ് ഫോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ, അല്ലേ? അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം. നേരത്തെ ടോയ് കാറിൻ്റെ എക്സ്പെരിമെൻറ്റ് പറഞ്ഞു, ഗലീലിയോയുടെ എക്സ്പെരിമെൻറ്റ് പറഞ്ഞു. ഇനി ഇതിൽ നിന്നെല്ലാം നമ്മൾ എത്തിച്ചേരുന്ന ഒരു കൺക്ലൂഷനാണ് ഇവിടെ പറയുന്നത്. An unbalanced external force is essential to change the state of rest or uniform motion of a body. ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുന്നതിന് ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആവശ്യമാണെന്ന്. അതിപ്പോൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു ബോൾ ഉരുണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ബോൾ വിചാരിക്കണം, ഞാൻ ഇത്ര നേരം ഉരുണ്ട് പോയതല്ലേ, ഇനി കുറച്ച് നേരം നിൽക്കാമെന്ന് ബോൾ വിചാരിക്കുമോ? ഇല്ല. ആ ഒരു ബോൾ നിർത്തണമെങ്കിൽ നമുക്ക് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് അതിലേക്ക് അപ്ലൈ ചെയ്യണം, അല്ലേ? അപ്പോൾ മാത്രമേ ആ ഒരു ബോൾ നിശ്ചലാവസ്ഥയിലേക്ക് വരുള്ളൂ. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ.